ഫ്രണ്ട്സേ തന്നെയാണേ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് തൂണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. വേറെ ഒന്നുമല്ല, പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ വിചാരിക്കും എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇൻട്രോ തന്നെ തരുന്നത്. എൻ്റെ പേര് ധന്യ എന്നാണ്, വീട് പാലക്കാടാണ്. എൻ്റെ കച്ചവടം എന്ന് പറയുന്നത് ഉണ്ണിയപ്പ കച്ചവടം, ഉച്ചയ്ക്ക് ഊണാണ് കേട്ടോ. പുറത്ത് നായൊക്കെ കുരയ്ക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ സൗണ്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുതേ, അതും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഈ കച്ചവടം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായി, വല്ലാത്തൊരു പ്രശ്നം തന്നെയാണത്. അതുകൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ കുറച്ച് സ്റ്റോപ്പായ പോലെയാണ്. അപ്പം ഞാൻ വീട്ടിലത്തെ ഗ്യാസ് വെച്ചിട്ട് തന്നെ ഉണ്ണിയപ്പം ചൂടാമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം എനിക്ക് എന്തായാലും കുറച്ച് വലിയ ബാധ്യതയുണ്ട്, എനിക്ക് വലിയൊരു കടമുണ്ട്. 5 ലക്ഷം രൂപേൻ്റെ അടുത്തോളം എനിക്ക് കടമുണ്ട്. അപ്പോൾ ആ ഒരു കടത്തിലേക്ക് ആകെ എനിക്ക് 25,000 രൂപയാണ് മുതലായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുടുങ്ങണതിനെക്കാട്ടിയും അല്ലെങ്കിൽ ജീവൻ കളയുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ അധ്വാനിച്ച് ജീവിച്ചിട്ട് എൻ്റെ മക്കളെയും പോറ്റിയിട്ട് എനിക്ക് പോകണമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കും എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായാലും അതിൻ്റേതായ പിന്നെ ഉപകാരം ഉണ്ടെങ്കിൽ നമുക്കത് ഉപകാരത്തിൽ പെടുള്ളൂ. എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി ആ ഒരു ചോദ്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പബ്ലിക്കായിട്ട് പറയാനും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഉണ്ണിയപ്പ കച്ചവടം ഉച്ചയ്ക്ക് ഊണും ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഒരു 30 ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് എന്താ പറയുക, ഭക്ഷണം ഓരോ ആളുകളിൽ നിന്ന് ഓർഡർ മേടിച്ചിട്ട് ഞാൻ ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത്രയും ചൂട്, 42 ഡിഗ്രി ചൂടാണ് നമ്മുടെ ഈ പാലക്കാട്. എന്നിട്ടടക്കം ഞാൻ രാവിലെ നേരത്തെ എണീച്ച് അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് അത് പാക്ക് ചെയ്ത് ആ വണ്ടിയിൽ ഞാൻ വെച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്കൊരു ചെറിയൊരു കൂലി കിട്ടും. ആ കൂലി കിട്ടുന്നതും കൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് മാത്രമാണ് എൻ്റെ കടത്തിലേക്ക് അടഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മരണത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം ഞാൻ ആലോചിച്ചൊരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഈ കട ഒന്ന് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്നതാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് എനിക്ക് പൈസ എത്ര രൂപ നമ്മളിങ്ങനെ കടം ചോദിക്കും, കടം ചോദിച്ചാലും അവർ ഇൻട്രസ്റ്റിനെ തരുള്ളൂ. ഇൻട്രസ്റ്റിന് മേടിച്ച് കുടുങ്ങിക്കഴിഞ്ഞു ഞാൻ. ഇനി എനിക്ക് മുന്നോട്ട് ഒരു തരത്തിൽ പോകാനും കഴിയില്ല. നാളെയും എനിക്ക് അടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ഓർഡറും എൻ്റെ ജീവിതത്തിൻ്റെ കാൽവയ്പ്പുകളാണെന്ന് ഞാൻ പല വീഡിയോയിലും പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് നിങ്ങൾ വെറുതെ ഒന്നും പൈസ തരണം. ഉണ്ണിയപ്പത്തിന് ഓർഡർ തന്നോ, ഭക്ഷണത്തിന് ഓർഡർ തന്നോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പിടിച്ച് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ.